താങ്കളുടെ വളരെ അടുത്തൊരു സുഹൃത്തും അഭ്യുദയകാംക്ഷ ഒരാളോട് ഞാൻ ചോദിച്ചു, സിനിമാ നടനാണ്, അല്ല ഇന്നസെന്റ് ഏട്ടൻ ഇങ്ങനെ കുറേ കാലം രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാതെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, മിണ്ടിപ്പോരുത്, പുറത്ത് കാണുന്ന രാഷ്ട്രീയത്തെക്കാൾ വലിയ രാഷ്ട്രീയമാണ് അവിടെ അമ്മയെ കളിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ യുവമാരെ എല്ലാം വരുതി നിർത്താന്ന് പറഞ്ഞാൽ ചില്ലറ രാഷ്ട്രീയമല്ല, അത്രയും രാഷ്ട്രീയം പയറ്റിയ ആൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയമല്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയും പറഞ്ഞു. ആളുടെ പേരൊന്നും ചോദിക്കരുത്, ഞാൻ പറയില്ല. അദ്ദേഹത്തോട് അങ്ങനെ വാത്സല്യം കൂടേണ്ട കാര്യമില്ല. അതുകൊണ്ട് വേണ്ട അല്ലല്ല നമുക്ക് അല്ല നമ്മളെങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് പല വിട്ടാസ് പറയുമ്പോൾ പലക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഇവരെ കൊണ്ട് നടന്നതെന്നുള്ളൊരു ഇതാണ്. 14 വർഷമായി. ആദ്യം തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ ഇരിക്കുന്ന കസേരയോട് വലിയ താല്പര്യമില്ല. എപ്പോൾ വേണമെങ്കിൽ ഈ കസേരയിൽ ആർക്കും വന്നിരിക്കാം എന്നുള്ള നിലപാടിലാണ് എൻ്റെ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാൻ ഇത്രയും കാലം ഉണ്ടായത്. കസേര ഉറപ്പിക്കണമെങ്കിൽ ഞാൻ ഇതിലുള്ള ഓരോരുത്തരുടെയും കാല് പിടിച്ച് നടക്കേണ്ടി വരും നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ കസേരയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ ഇരുന്നിട്ടില്ല. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞാലും ആ കസേരയിൽ എന്നെ ഇവർ കൊണ്ടിരുത്തുകയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതൊരു പക്ഷേ എൻ്റെ സ്വഭാവമായിരിക്കാം. അല്ല ഇന്നസെന്റ്, അതൊരു അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ സംഘടനകളിലും, സിനിമാ സംബന്ധമായിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംഘടനകളിലും തീവ്രമായിട്ടുള്ള പോരാട്ടങ്ങളും തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ ഇവിടെ മാത്രം താങ്കളുടെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു തർക്കം അവിടെ ഇല്ല. അത് താങ്കൾക്ക് സംവരണം ചെയ്ത സീറ്റാണെന്നാണ് അമ്മയിലെ മെമ്പർമാർ വിചാരിക്കുന്നത്. അതെ. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഈ സമയമാകുമ്പോൾ ഇലക്ഷൻ സമയമാകുമ്പോൾ ഞാൻ പറയും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുക, നിങ്ങളെല്ലാവരും കൂടി എന്നെ പിടിച്ചുകൊടുത്ത് ആൾക്കാർക്ക് മനസ്സിലാവും ഇതൊരു കള്ളത്തരാണ്. ഞാൻ അവസാനം പറഞ്ഞു അവരെടുക്ക് ഇനി ഞാനില്ല, നിങ്ങളിത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിപ്പോവാറുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പക്ഷേ എനിക്ക് ഈ അസുഖവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലായത്. കാരണം രോഗത്തിനെ പറ്റി ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് നമ്മുടെ പ്രശ്നം നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. രോഗം ഈ പറഞ്ഞ പോലെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ഇപ്പുറത്ത് മോഹൻലാലും അപ്പുറത്ത് ജയറാമും ഇപ്പുറത്ത് മമ്മൂട്ടി നിന്ന് യുദ്ധം ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ രോഗം ക്യാൻസർ പിന്നെ എന്ത് ചെയ്യും, പാവം അവരും കഷ്ടപ്പെടും. ഇവരുടെ യുദ്ധത്തിന് മുമ്പിൽ ക്യാൻസർ ഒന്നുമല്ല. പക്ഷേ ഇനി താങ്കൾക്ക് അമ്മയെ കുറച്ചു കാലം അനാഥമാക്കേണ്ടി വരും. അവിടെ എന്നെക്കാളും നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത് കൊണ്ടു നടക്കാനുള്ളൊരു ഭയം കൊണ്ട് മാറി നിൽക്കുന്ന ആളുകളാണ്. അമ്മയെ ഡൈവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച്, താങ്കൾ ഡൈവോഴ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് സജീവമായി ആലോചിക്കുന്നുണ്ട്. അതായത് ഇനി എന്തായാലും താങ്കൾ MP ആയിക്കഴിഞ്ഞാൽ അമ്മ എന്നുള്ള ആ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ? അല്ല, ഞാനിപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ്. ഈ 14 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യം ആണ് ആകെ ഞാൻ ആ ഓഫീസിലേക്ക് പോയിട്ടുണ്ടാവുക. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇന്നത്തെ ടെക്നോളജി കാര്യങ്ങൾ പറയുക, ഇത് വെറുതെ അവിടെ വരെ കാർ ഓടിച്ച് പോകുക അല്ലെങ്കിൽ ട്രെയിനിൽ അവിടെ വരെ കഷ്ടപ്പെട്ട് പോകുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സംഘടനയിലുള്ള ആളുകളെ വിളിച്ച് സംസാരിക്കണം, കാര്യങ്ങൾ തീരുമാനിക്കണം. ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരുപക്ഷെ ഈ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ധാരയിലേക്ക് ആദ്യകാലത്തൊന്നും അധികം പേര് വന്നിരുന്നില്ല. സ്വാഭാവികമായിട്ടും ആൾക്കാർ വന്നിരുന്നു, പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് പോലെ അത്ര ഒരു കുത്തൊഴുക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുണ്ടായിരുന്നില്ല ഇടതുപക്ഷ ധാരയിലേക്ക്. പക്ഷെ താങ്കളുടെ പിതാവ് അന്നും വ്യക്തമായൊരു രാഷ്ട്രീയമുള്ള ഒരാളായിരുന്നു. അത് താങ്കളെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ താങ്കളുടെ കാഴ്ചപ്പാടിൽ? അല്ല, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പിതാവാണ് റഷ്യൻ വിപ്ലവം, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുസ്തകങ്ങളിൽ നിന്നല്ല പഠിച്ചത്. അതൊക്കെ എൻ്റെ പിതാവ്, എൻ്റെ അപ്പനാണ് എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൻ്റെ ഒരു ഹരം എന്ന് പറയുന്നത് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ഒരു കുട്ടാപ്പ് മൂശാരി, അതുപോലെ തന്നെ 2-3 ഒരു ചാത്തുമാഷ്, ഇവരൊക്കെ ആയിട്ട് രാത്രി കാലങ്ങളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അപ്പൻ രാത്രി കാലങ്ങളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോവുക അവിടെ. പാർട്ടി ക്ലാസ്. ആ ക്ലാസ് എടുക്കാൻ പോയി വരുമ്പോൾ 1 മണിയൊക്കെ ആവും. 12-1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ തേങ്ങിക്കരച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താ ഉണ്ടാവുക എന്നുള്ളൊരു പേടി, ഭയം അന്നുണ്ട്. കാരണം അന്ന് ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ അതിനാ പറയുന്നത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ ഒരു പാലത്തിങ്കൽ മാഷും എൻ്റെ അപ്പനൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മാപ്രാണം എന്ന് പറയുന്ന സ്ഥലത്ത് പീനിക്കൽ ഓനപ്പേട്ടൻ,
അതുപോലെ ജോർജ്, ജോർജ് ഏട്ടൻ അദ്ദേഹം മരിച്ചുപോയി, സണ്ണി, യാക്കോബ്, ഇങ്ങനെയുള്ള ആളുകൾ. അവിടെ ഒരു ആ മാപ്രാണത്തുണ്ടായിരുന്ന കട വരെ പൊളിഞ്ഞു പോയത് എൻ്റെ കമ്മ്യൂണിസം കൊണ്ടാണ്. വരുന്ന ആളുകൾക്ക് സാധനം കൊടുക്കുക, കാശ് മേടിക്കലല്ല പ്രധാനം, കമ്മ്യൂണിസം അവരെ കമ്മ്യൂണിസം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ വലിയ സംതൃപ്തി അപ്പൻ കണ്ടിരുന്നു. ഒരു മനസ്സുഖം. രാത്രി ഉറങ്ങുമ്പോൾ പോലും അപ്പം പതുക്കെ പെട്ടെന്ന് ഉറക്കത്തിൽ സ്വപ്നം കണ്ടിച്ചിരിക്കുമ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു, ഇന്ന് ആരെങ്കിലും അപ്പൻ കമ്മ്യൂണിസ്റ്റാക്കിയത് സ്വപ്നം കണ്ടിട്ടായിരിക്കാം അപ്പൻ ചിരിക്കുന്നതെന്ന് അന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നസെൻ്റ് ഏട്ടാ ഇന്ന് ആ അപ്പൻ എവിടെയെങ്കിലും ഇരുന്ന് മകൻ്റെ പുതിയ അവതാരത്തിൽ കുളിർക്കെ സന്തോഷിക്കുന്നുണ്ടാവും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതായത് ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് താങ്കൾ ഇതുപോലൊരു ഡീവിയേഷൻ, ഒരു വ്യതിയാനമെടുത്ത് ഇന്നൊരു വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നതിൽ ആ അപ്പൻ എവിടെയെങ്കിലും ഇരുന്ന് സായുജ്യം അടയുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൻ ഈ പറഞ്ഞതുപോലെ അപ്പനൊരു നിശബ്ദ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാൻ ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ വരാൻ കാരണത് അപ്പൻ്റെ കൂടെ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പുറത്തുശ്ശേരി, ചെമ്മണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ നാടകം ഉണ്ടാവും മീറ്റിംഗ് കഴിയുമ്പോൾ. അപ്പോൾ ഞാനും കൂടെ അപ്പൻ്റെ കൂടെ പോകും. അന്നൊരു അരിക്കിലാമ്പാണ്, ഇന്നിപ്പോൾ നമ്മളതൊന്നും കാണാൻ വഴിയില്ല. ആ അരിക്കിലാമ്പിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പോകും, ഞാനും അപ്പനും കൂടെ. അപ്പോൾ അങ്ങനെയാണ് ഈ കലയോടുള്ളൊരു താല്പര്യവും എനിക്ക് കമ്മ്യൂണിസത്തിൽ നിന്ന് തന്നെയാണ് തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ പള്ളിയായി, അതെ, സ്കൂളായി, പാർട്ടി നാടകങ്ങൾ, അല്ലേ, പാർട്ടിയുടെ കലാസാഹിത്യ സംഘങ്ങൾ നടത്തുന്ന നാടകങ്ങൾ, കാളിദാസ കലാകേന്ദ്രം. അതിനേക്കാളും മുമ്പ് തന്നെ ഈ നമ്മുടെ മുകേഷിൻ്റെ അച്ഛനൊക്കെ അഭിനയിക്കുന്ന നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മുകേഷിനോട് ആ നാടകത്തിൽ ഡയലോഗ് പറയുമ്പോൾ മുകേഷ് ഇങ്ങനെ ആലോചിച്ചിട്ട് ശരിയാണെന്ന് പറയും. അതുപോലെ വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ എൻ പിള്ള, ആ കാലഘട്ടത്തിൽ നമ്മൾ അവരുടെ നാടകങ്ങളൊക്കെ കാണാറുണ്ട്. KPSC നാടകങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. KPSC ലളിതയൊക്കെ അഭിനയിച്ച നാടകം ഞാൻ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ അപ്പനൊരു രാഷ്ട്രീയം മാത്രമല്ല പകർന്നു നൽകിയത്, താങ്കളിലേക്ക് കലയുടെ വിത്തും കൂടി പ്രദാനം ചെയ്തു. കലയുടെ വിത്തും കൂടി ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അവിടെ ഇരിഞ്ഞാലക്കുടക്കാരൻ ഒരാൾ വന്നിട്ട് ഈ സിനിമയിൽ ഇങ്ങനെ ഇത്രയും കാലം വാഴേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ സംസാരം നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എന്നപ്പം പറയും. അതൊക്കെ തുടക്കത്തിലേ വേണ്ടു എന്നും പറയാറുണ്ട്. നമുക്കതൊരു പ്രാക്ടീസായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ വായിൽ നിന്നും ഒരു തെറ്റായ ഒരു വാക്ക് വരില്ല എന്നാണ് പറയുന്നത്. ജീവിതം മുഴുവനും സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അഭിനയം എന്നേ പറയുള്ളൂ. കാലത്ത് എഴുന്നേറ്റ് ഇന്ന് എൻ്റെ വായിൽ നിന്നൊന്നും വീഴരുത് എന്നല്ല നമ്മൾ പറയണത്. അത് വരില്ല. അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ രക്തത്തിലും അത് ഉണ്ടാവണം എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ പിതാവാണ്.